ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രിയുടെ 4 ദിവസത്തെ വീഡിയോകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ 5-ാമത്തെ ദിവസത്തെ വീഡിയോയാണ് ഇടാൻ പോകുന്നത്. അതുപോലെ തന്നെ ശ്രീ പാർവതീ ദേവിയുടെ അവതാര കഥ നമ്മൾ ഇട്ടു. കേൾക്കാത്തവരുണ്ടെങ്കിൽ അതെല്ലാവരും കേൾക്കണം. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സുപ്രസിദ്ധമായ ഒരു ചിരിയുണ്ട്. അതായത് തൻ്റെ മേൽ ഗാന്ധാരി വലിയൊരു ശാപമാണ് ചൊരിഞ്ഞത്. ആ ശാപം ചൊരിഞ്ഞപ്പോൾ ഭഗവാൻ ഗാന്ധാരിയെ നോക്കി പുഞ്ചിരിച്ചു. എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പുഞ്ചിരിച്ചത്? അതിൻ്റെ ഉത്തരമാണ് ആ കഥയിൽ പറയുന്നത്. എല്ലാവരും അതും കേൾക്കണം. അതുപോലെ ഭഗവാൻ വേലായുധ സ്വാമിയുടെ കഥകളും തുടർന്നിടുന്നുണ്ട്. അതെല്ലാം എല്ലാവരും കേൾക്കണം. പിന്നെ ഓരോ ദിവസത്തെയും പ്രസാദങ്ങൾ എന്തൊക്കെയാണ് ദേവിക്ക് പ്രസാദമായി സമർപ്പിക്കേണ്ടതെന്ന് നമ്മൾ ഈ ചാനലിൽ ഓരോ വീഡിയോകളുടെയും കൂടെ പറയുന്നുണ്ട്. അത് തയ്യാറാക്കുന്ന വിധം നമ്മുടെ 2-ാമത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാവരും കണ്ട് അതേ രീതിയിൽ തയ്യാറാക്കി ദേവിക്ക് നൈവേദ്യം സമർപ്പിക്കണം. ഇനി നമുക്ക് നവരാത്രി 5-ാം ദിനത്തിലെ വിശേഷം നോക്കാം. അന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവതിയുടെ രൂപം സ്കന്ദമാത. ആരാണ് സ്കന്ദൻ? വേലായുധ സ്വാമി. വേലായുധ സ്വാമിയെ പ്രസവിച്ചതിനു ശേഷം, വേലായുധ സ്വാമി ജനിച്ചതിനു ശേഷം ശ്രീ പാർവതീ ദേവി സ്കന്ദമാത എന്ന നാമത്തിൽ അറിയപ്പെട്ടു. തൻ്റെ പുത്രനെ മടിയിലെടുത്ത് വച്ചിരിക്കുന്ന അമ്മയുടെ രൂപമാണ് ഈ ദേവിക്ക്. ദേവിയുടെ നിറം വെളുപ്പാണ്. ദേവിക്ക് 4 കൈകളുണ്ട്. 2 കൈകളിൽ താമരപ്പൂക്കൾ പിടിച്ചിരിക്കുന്നു. ഒരു കൈയിൽ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു തൻ്റെ മടിയിൽ. മറ്റേ കൈ അഭയമുദ്ര പിടിച്ചിരിക്കുന്നു. ഉഗ്രരൂപിയായ ഒരു സിംഹത്തിൻ്റെ പുറത്താണ് ദേവി ഇരിക്കുന്നത്. ഈ രൂപത്തിലാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്. ദേവിയെ പ്രാർത്ഥിച്ചാൽ ബുധഗ്രഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും. ജാതകത്തിൽ ബുധൻ നീചസ്ഥാനത്ത് നിൽക്കുന്നവരോ, ഇപ്പോൾ ബുധദശ അനുഭവിക്കുന്നവരോ, ബുധൻ ബലം കുറഞ്ഞിരിക്കുന്നവരോ, ജാതകത്തിൽ ബുധൻ ബലം കുറഞ്ഞിരിക്കുന്നവരോ ഈ രീതിയിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ബുധൻ വിദ്യാകാരകനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയോ, ജോലി സംബന്ധമായി ബുദ്ധിമുട്ടുണ്ടാവുകയോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ദേവിയുടെ ഇതേ രൂപത്തിലാണ്. അതായത് സ്കന്ദമാത രൂപത്തിൽ. ദേവിയെ ആ വിധം പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ലഭിക്കും. ഈ രൂപത്തിൽ ദേവിയെ പ്രാർത്ഥിച്ചാൽ ദേവിയുടെ അനുഗ്രഹം മാത്രമല്ല, വേലായുധ സ്വാമിയുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. ഇക്കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പല ദോഷങ്ങൾക്കും കാരണം നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ പ്രവർത്തികളോ, മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തു പോയ പ്രവർത്തികളോ, നമ്മുടെ കുടുംബദോഷങ്ങളോ ഒക്കെയാണ്. അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറ്റുന്നതിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഷഷ്ടിവ്രതം എടുക്കുക, വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക. കാരണം വേലായുധ സ്വാമി മഹാജ്യോതിഷിയാണ്. തലയിലെഴുത്തുപോലും മാറ്റി എഴുതാൻ കെൽപ്പുള്ള ആളാണ് വേലായുധ സ്വാമി. അതുകൊണ്ട് തന്നെ ദേവിയെ ഈ രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ മകനായ വേലായുധ സ്വാമിയുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. ഇനി ദേവിക്ക് പ്രസാദമായി അന്നേ ദിവസം നമ്മൾ സമർപ്പിക്കേണ്ടത് വാഴപ്പഴമാണ്. വാഴപ്പഴമായി നമുക്ക് സമർപ്പിക്കാം. വാഴപ്പഴം കൊണ്ട്
എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കി വേണമെങ്കിലും നമുക്ക് സമർപ്പിക്കാം. വാഴപ്പഴമെന്ന് ഉദ്ദേശിച്ചത് ഏത്തപ്പഴമാകാം, റോബസ്റ്റി ആവാം, അതല്ല കദളിയോ ചെങ്കദളിയോ അതല്ലെങ്കിൽ ഞാലിപ്പൂവനോ ഏതാണോ പൂവമ്പഴമോ നമ്മളുടെ യഥാശക്തി നമുക്ക് സമർപ്പിക്കാം. അതുപോലെ അന്നത്തെ ദിവസം നമ്മൾ ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളയാണ്. വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അന്നേ ദിവസം ദേവിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് സമാധാനവും ഐശ്വര്യവും ഊർജ്ജസ്വലതയും ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങളാണ്. ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. അന്നേ ദിവസം ദേവിയെ പ്രാർത്ഥിക്കേണ്ടുന്ന നാമം ഓം ദേവീം സ്കന്ദമാതായേ നമ. ഓം ദേവീം സ്കന്ദമാതായേ നമ. ഓം ദേവീം സ്കന്ദമാതായേ നമ. ഈ നാമം രാവിലെയും സന്ധ്യയ്ക്കും 108 തവണ ജപിക്കാം. അതുകൂടാതെ എപ്പോഴൊക്കെ സമയം കിട്ടുന്നുണ്ടോ ആ സമയത്തൊക്കെ ജപിക്കാം. ലളിതാ സഹസ്രനാമം ജപിക്കാം, ദേവീ മഹാത്മ്യം വായിക്കാം. ഇതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ദുർഗാ സപ്തശ്ലോകി ജപിക്കാം. അമ്മേ നാരായണ എന്ന നാമം ജപിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നവരാത്രി 5-ാം ദിവസം ദേവിയുടെ രൂപം, പ്രാർത്ഥന, ഇഷ്ടപ്പെട്ട നൈവേദ്യം, ഇഷ്ടപ്പെട്ട പുഷ്പം, ധരിക്കേണ്ടുന്ന നിറം. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് അമ്മമാർ പാർവതീദേവിയെ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നവരാത്രി സമയത്ത് മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിലും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും അമ്മ മഹാമായയോട് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദേവിയുടെ ഈ രൂപത്തെ മനസ്സിൽ കണ്ടുവേണം പറയാനായിട്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദേവി ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് തരുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരു കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ചിരിക്കുന്ന മാതൃഭാവത്തോടു കൂടിയിരിക്കുന്ന രൂപമാണ് സ്കന്ദമാതാദേവിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരമ്മയുടെ മനസ്സ് ദേവിക്ക് നന്നായി മനസ്സിലാകും. അതുകൊണ്ട് അമ്മമാരുടെ ആകുലതയും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിന് ദേവിയുടെ ഈ രൂപത്തിന് അപാരമായ ശക്തിയുണ്ട്. ഈ രൂപത്തിൽ അമ്മയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ സകല ദോഷങ്ങളും മാറ്റുന്നതിന് വേലായുധ സ്വാമിയും നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും അമ്മമാർ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ വിഷമിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ ദേവിയെ ഈ രൂപത്തിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നവരാത്രി ദിവസം മാത്രമല്ല, നിരന്തരം ഈ രീതിയിൽ ദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ ഷഷ്ഠിവ്രതം മുടങ്ങാതെ എടുക്കുക. അതാണ് അതിനുള്ള ഏക പരിഹാര മാർഗം. എല്ലാവർക്കും ഏകദേശം സംശയമൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. കഥകളൊക്കെ കേൾക്കണം. അതൊക്കെ കേട്ടാൽ മാത്രമേ നമ്മുടെ പല തെറ്റുകളും കുറവുകളുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കഥകളെല്ലാം. അതുകൊണ്ട് അത് കേൾക്കണം. വെറുതെ അങ്ങ് കേട്ടുപോയാൽ പോരാ, അതിലെന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഭഗവാന്റെ കഥകൾ കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരോട് ഭഗവാന് അപാരമായ സ്നേഹമുണ്ട് എന്ന് എപ്പോഴും ഓർക്കുക. ഹരേ കൃഷ്ണ.